വെറുതെ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം.
write your name. I put it in a frame, and sometimes I think I hear you call right from my bedroom wall. You stay a little while and touch me with your smile. And what can I say to make you mine? To reach out for you in time. Oh my pretty, pretty boy, I love you like I never ever loved no one before you. Pretty, pretty boy of mine, just tell me you love me too. Tell me you love me too. Oh my pretty, pretty boy, I need you. Oh my pretty, pretty boy, I do. Let me inside, make me stay right beside you. Oh pretty boy, say you love me too. Oh my pretty, pretty boy, I love you like I never ever loved no one before you. Pretty, pretty boy of mine, just tell me you love me too. Tell me you love me too. ആദ്യത്തെ പ്ലസ് ടു ബാച്ചിൻ്റെ 10 വർഷത്തിന് ശേഷമുള്ള ദൈവങ്ങളിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി നമ്മളിവിടെ എല്ലാം പഠിച്ച എന്നാൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ നിഷ സിപിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് ചേർത്തരണം വണക്കാം. എല്ലാവരും കുറച്ച് നേരം ഒരു മിനിറ്റ് എഴുന്നേറ്റ് എന്നിട്ട് പൗരമായിട്ട് ആ കുട്ടികാരന്മാരെ നമുക്ക് ഓർക്കാം. നമ്മളൊരു നല്ല സംരംഭത്തിനായി ആരംഭം കുറിക്കുമ്പോൾ അതൊരു നല്ല പ്രകാശമായി ആരംഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ദീപം തെളിയിച്ചിട്ട് ഭാവിയിലേക്ക് ബഹുമാനപ്പെട്ട സാമാര് ഇവിടെ 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 എത്തിയിരിക്കുന്ന ടീച്ചേഴ്സ് 10 വർഷത്തിന് ശേഷം പലരെയും ആദ്യമായിട്ടാണ് കാണുന്നത്. 10 വർഷത്തിന് ശേഷം കാണാത്തവരുണ്ട്. എല്ലാവരെയും നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ വിശാലിന്റെ ഓർമ്മയും എന്താ പറയാ, ഈ അവസരത്തിൽ ഭയങ്കര ശ്രദ്ധിതാണ്. ഇത് പണ്ട് പോലെ ആലോചിച്ചിരുന്നൊരു കാര്യമാണ്. ഒത്തിരി നാൾ മുമ്പ് സിബു, അലക്സ് ഒത്തിരി പേര് ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. വളരെയധികം പ്രതീക്ഷകളുണ്ടായിരുന്നു ഇത് പ്ലാൻ ചെയ്യുന്ന സമയത്ത്.
പക്ഷെ ഇവിടെ നിന്നിട്ട് നോക്കുമ്പോൾ അതിന് ചെറുതായിട്ടൊരു വിഷമമുണ്ട്. കാരണം 3 ബാച്ച് ഇവിടെ ഉണ്ടായിരുന്നിട്ട് ഇത്രയും പേരെ സംഘടിപ്പിക്കാൻ സാധിച്ചോളൂ എന്ന് പറയുമ്പോൾ ചെറിയൊരു നിരാശയുണ്ട്. എന്നാലും ആത്മാർത്ഥമായിട്ട് എല്ലാവരും സഹകരിച്ചിരുന്നു, എല്ലാവരും ഇതിനു വേണ്ടി പരിശ്രമിച്ചിരുന്നു. ഒരു കമ്മ്യൂണിറ്റി തന്നെ ഉണ്ടാക്കി ഇതിനു വേണ്ടി ഓൺലൈനായിട്ട് പുറത്തുള്ളവരെയും വിദേശത്തുള്ളവരെയും എല്ലാവരെയും കോൺടാക്ട് ചെയ്യാനായിട്ട് നല്ലൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. ഇതറിയാത്തവരായിട്ട് ആരാണെന്ന് എനിക്ക് തോന്നുന്നത്. സാർമാർ എല്ലാവരും ഈ സമയത്ത് കാണുന്ന മനസ്സിൽ വളരെ സന്തോഷമുണ്ട്. പഴയ ഒത്തിരി കാര്യങ്ങൾ ഓർമ്മയിലേക്ക് വരുന്നത് അവർ പറയാൻ ഈ ഒരു സമയം ഉണ്ടാകും ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ട് ഒറ്റ വാക്കിൽ നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് അധ്യക്ഷ പ്രസംഗമാണ്. സ്കൂളിൻ്റെ മാനേജർ, പ്രിൻസിപ്പൽ, അധ്യാപകരെ, നമ്മുടെ സ്കൂളിലെ ആദ്യത്തെ +2 ബാച്ച് പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളുടെ കൂട്ടായ്മ ഈ സ്കൂളിനെ സംബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു ബാച്ച് തിരിഞ്ഞുള്ള ഒരു കൂട്ടായ്മ ഇതാദ്യമാണെന്ന് അറിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. അതിന് വേണ്ടി കുറച്ച് ശരിക്കും കഠിനമായി പ്രയത്നിച്ചിട്ടുണ്ടെന്ന് എനിക്ക് കുറച്ച് ദിവസം മുമ്പോട്ട് മനസ്സിലായി. അവരെ ഞാൻ ആദ്യമായിട്ട് അനുമോദിക്കുന്നു. ഇതുപോലെ ഒത്തുചേരാൻ നിങ്ങൾ കാണിച്ച ആ താല്പര്യം, ആ ഉദ്ദേശം എല്ലാം നല്ലതിനായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വർഷം നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു വർഷത്തിലേക്കാണ് നമ്മൾ കാര്യം തിരിച്ചിരിക്കുന്നത്. ഈ സ്കൂള് സ്ഥാപിതമായിട്ട് അതിൻ്റെ പ്ലാറ്റിനം ജൂബിലി വർഷം ആഘോഷിക്കുന്നതിലേക്ക് കാലൂന്നി നിൽക്കുന്ന ഈ സമയത്താണ് നിങ്ങളിങ്ങനെ ഒത്തുചേരാൻ നിങ്ങൾക്ക് തോന്നിയതും നിങ്ങൾ ഒത്തുചേർന്നിട്ടുള്ളതും എന്നുള്ളത് ഏറെ സ്വാഗതമാണ്. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പ്ലാറ്റിനം ജൂബിലി ഏറ്റവും നല്ല രീതിയിൽ ആഘോഷിക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങളുടെ ഒത്തുചേരൽ ഉണ്ടായത്. അത് ഞങ്ങൾക്ക് മാനേജ്മെൻറ്റിന് ഏറെ സഹായകരമായി. ഇവിടുന്ന് +2 കഴിഞ്ഞു പോയ മുഴുവൻ വിദ്യാർത്ഥികളുടെയും അഡ്രസ്സ് കളക്ട് ചെയ്ത് പ്ലാറ്റിനം ജൂബിലിയുടെ ഇതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നതിനുള്ള പ്രാരംഭമായ പ്രവർത്തനങ്ങൾ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞിട്ടുള്ളതാണ്. ഇവിടുന്ന് പാസ് ഔട്ടായി പോയ മുഴുവൻ വിദ്യാർത്ഥികളെയും ഈ ജൂബിലിയിൽ എല്ലാ വിധത്തിലും സഹകരിപ്പിക്കുന്നതിനുള്ള ഒരു ആലോചനയുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ ജൂബിലിയുടെ എല്ലാ നടത്തിപ്പിനും അത് നിങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ പൂർണ്ണമായ സഹായവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾക്ക് എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഞങ്ങൾ നോക്കുന്നു. ഏത് കുടുംബം എടുത്തു നോക്കിയാൽ കുടുംബത്തിന് ഏറ്റവും ഐശ്വര്യവും മാതാപിതാക്കൾക്ക് ഏറ്റവും ഇഷ്ടവും വാത്സല്യവും കടിഞ്ഞൂൽ കുട്ടികളോട്. ഞാൻ ആൺകുട്ടിയെന്ന് പറഞ്ഞില്ലല്ലോ, പറഞ്ഞോ, കടിഞ്ഞൂൽ കുട്ടികളോടാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ മാവേലിസ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കോളേജ് ലെവലിൽ നിന്ന് സ്കൂൾ തലത്തിലേക്ക് റീഡിംഗ് വിദ്യാഭ്യാസം മാറ്റി ഒരു സ്കൂൾ കുട്ടിയായി ഉന്നത പഠനത്തിൻ്റെ ആരംഭം കുറിക്കാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ച ആദ്യത്തെ മക്കളാണ് ഞാൻ. എൻ്റെ ആദ്യത്തെ ചോദ്യം പാടിയെങ്കിലും രണ്ടാമത്തെ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഈ കൂട്ടത്തിൽ ജോലിയില്ലാത്തവരാരെങ്കിലും ഉണ്ട് കയ്യിൽ നോക്കാവോ? കല്യാണം കഴിഞ്ഞില്ലടാ? കല്യാണം കഴിഞ്ഞോ? അത് ജോലിയായി. ദൈവനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഫസ്റ്റ് ബാച്ചിൽ ഇത്ര മനോഹരമായ ദൈവം അനുഗ്രഹം കൊടുത്ത അതിന് നന്ദിയുള്ള ഒരു സമൂഹമാണ് വന്നിട്ടുള്ളതെന്ന് വളരെ വ്യക്തമായിട്ട് ബോധ്യമായി കഴിഞ്ഞു. ഇവിടെ എനിക്ക് കുറേ കുസൃതികൾ നിങ്ങളോട് ചോദിക്കാനുണ്ട്, പക്ഷേ എന്നിൽ ഒട്ടും സമയമില്ലെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മാനേജറുടെ കഠിനമായ കെമിക്കൽ
വന്നേ പറ്റൂ, വരണം. കാരണം നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ വലിയ പ്രതീക്ഷയോടുകൂടെ വരുമ്പോൾ അവരെ വന്ന് മനസ്സിലാക്കണം, കാണണമെന്ന് പറഞ്ഞപ്പോൾ മാറാനൊരു നിർവാഹമില്ലാത്തതുകൊണ്ട് മാത്രമാണ് വന്നത്. 2:10 എന്നെ വിട്ടേക്കാമെന്ന് പറഞ്ഞതാണ്. എൻ്റെ വാച്ചിൽ 2:10 കഴിഞ്ഞു. പക്ഷെ നിങ്ങൾ കണ്ടപ്പോൾ ഞാൻ എപ്പോഴാണ് പോകേണ്ടതെന്ന് എൻ്റെ മനസ്സിൽ ചിന്ത ഉണ്ടെങ്കിൽ പോലും പോകാതിരിക്കാൻ പറ്റില്ല. വേറെ നിർബന്ധത്തിൻ്റെ പുറകിലുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുകയില്ല.